ചിന്നിയ ഘടികാരം. വിവാഹം കഴിഞ്ഞ 4-ാമത്തെ ദിവസമാണ് തിരികെ റാമിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. റാമിൻ്റെ കുടുംബ വീട്ടിൽ റാമിൻ്റെ സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും സ്നേഹത്തോടും സന്തോഷത്തോടെയും പെരുമാറി. എങ്കിലും ആശങ്ക മാറിയിരുന്നില്ല. അവർക്കാർക്ക് എന്നെ ഇഷ്ടമായിരുന്നില്ല എന്നൊരു തോന്നൽ എന്നിൽ കിടന്ന് തിളച്ചുകൊണ്ടിരുന്നു. അവരോട് എന്ത് സംസാരിക്കണമെന്നോ എങ്ങനെ പെരുമാറണമെന്നോ അറിയില്ലായിരുന്നു. ആ സമയം റാമിൻ്റെ ചിറ്റപ്പൻ്റെ ഭാര്യ, എല്ലാവരും ആൻറ്റി എന്ന് വിളിക്കുന്ന അവർ, ചായയും പലഹാരങ്ങളും കൊണ്ടുവന്നു തന്നു. സ്നേഹവും കാരുണ്യവും നിറഞ്ഞു തുളുമ്പുന്ന മുഖം, മനോഹരമായ പുഞ്ചിരി. അവരെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. റാമിൻ്റെ സഹോദരിമാരും കുട്ടികളുമൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ ശ്രദ്ധ പോയത് ആ കുടുംബത്തിലെ കാരണവർ സ്ഥാനത്തുള്ള ചിറ്റപ്പൻ, റാമിൻ്റെ അച്ഛൻ്റെ അനിയൻ എന്നയാളിലേക്കായിരുന്നു. അദ്ദേഹം എന്നെ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല. മാത്രമല്ല, മുഖത്ത് കടുത്ത ദേഷ്യം പ്രകടമായിരുന്നു. അതെന്നെ അസ്വസ്ഥയാക്കി. മെല്ലെ ആ മുറി വിട്ട് പുറത്തേക്കിറങ്ങി പരിസരമാകെ നിരീക്ഷിച്ചു. വിശാലമായ മുറ്റവും പറമ്പും. വീടിന് മുൻവശത്തായി ഒരു കൂറ്റൻ കണിക്കൊന്ന മരമുണ്ട്. അതിൽ കുലകളായി കിടക്കുന്ന കണിക്കൊന്ന പൂക്കൾ മുറ്റമാകെ പൊഴിഞ്ഞ് തൂവിക്കിടക്കുന്നുണ്ടായിരുന്നു. ആ മരത്തിനോട് ചേർന്ന് നിൽക്കുന്ന നന്ദ്യാർവട്ട ചെടിയും മന്ദാരവും മനസ്സിനെ ആർദ്രമാക്കി. കുട്ടിക്കാലത്തൊക്കെ കണ്ണിന് ക്ഷീണം വരുമ്പോൾ നന്ദ്യാർവട്ട പൂക്കളുടെ ഇതളുകൾ പിഴിഞ്ഞ് അതിൻ്റെ നീര് കണ്ണിലിറ്റിക്കുന്നത് ഓർമ്മയിലേക്ക് വന്നു. അല്പം മാറി പറമ്പിൻ്റെ കിഴക്കേ അറ്റത്തായി നിൽക്കുന്ന നാരകമരത്തിൽ നിറയെ അല്ലിനാരങ്ങകൾ വിളഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചോട്ടിൽ അവിടെ ഇവിടെയായി കുറച്ച് അല്ലിനാരങ്ങകൾ പൊഴിഞ്ഞു കിടന്നിരുന്നു. ആ പറമ്പിൽ പടർന്നു വളരുന്ന നിലംപാലയും പനിക്കൂർക്കയും ഒക്കെ നോക്കി നിൽക്കുമ്പോൾ ഒരു വിളി കേട്ട് തിരിഞ്ഞു നോക്കി. റാമായിരുന്നു അത്. പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്കിഷ്ടമായോ ഇവിടെയൊക്കെ? ശരിക്കും ഇഷ്ടമായി. വാ, ഒരു കൂട്ടം കാണിച്ചു തരാം. കയ്യിൽ പിടിച്ചുകൊണ്ട് റാം എന്നെ ഒരു കൊന്ന തെങ്ങിൻ്റെ താഴെ നിർത്തി മുകളിലേക്ക് കൈ ചൂണ്ടി. അവിടെ തെങ്ങോലയിൽ നിറയെ തൂക്കണാംകുരുവിയുടെ കൂടുണ്ടായിരുന്നു. ഒരേ രൂപത്തിലും വലിപ്പത്തിലും താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ധാരാളം കിളിക്കൂടുകൾ. അത് കണ്ടപ്പോൾ കണ്ണുകൾ വിടർന്നു. എത്ര ഭംഗിയായിരുന്നു ആ കാഴ്ച! മാവും പുളിയും ചാമ്പമരവും കാച്ചിൽ വള്ളികളും വാഴയും നിറഞ്ഞ പറമ്പിൽ നിന്നും തെക്കോട്ടുള്ള കൽപ്പടവിൽ ഞങ്ങളിരുന്നു. മുന്നിലെ വിശാലമായ പാടവും അവിടെ വരുന്ന പേരറിയാത്ത കിളികളെയും അലസമായി മേയുന്ന പശുക്കളെയും നോക്കിയിരുന്നു. റാമിൻ്റെ അച്ഛൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ പാടം പാട്ടത്തിനെടുത്ത് വെള്ളരിക്കയും ചീരയും മത്തങ്ങയും പാവയ്ക്കയും ഒക്കെ കൃഷി ചെയ്യുമായിരുന്നു. അതായിരുന്നു അക്കാലത്തെ അവരുടെ വരുമാന മാർഗവും. ആ പാടവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അനുഭവങ്ങളും റാമിൻ്റെ ചെറുപ്പകാലത്ത് മരിച്ചുപോയ അമ്മയെയും കൂടെ പിറന്ന സഹോദരിമാരെയും കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പറയുമ്പോൾ റാമിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു. റാമിനെ കേട്ടുകൊണ്ട് ആ തോളിൽ ചാരിയിരിക്കുമ്പോൾ തുടർന്നുള്ള ജീവിതത്തിലെ മനോഹരമായ സങ്കല്പങ്ങൾ ഉള്ളിൽ പൂത്തൊലയുകയായിരുന്നു. പടിഞ്ഞാറ് ഭാഗത്തായി ഒരു കുളമുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തുള്ള വീടിൻ്റെ വരാന്തയിൽ ഏകദേശം 80 വയസ്സോളം തോന്നിപ്പിക്കുന്ന വൃദ്ധയായ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടതും അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വന്നു. കൊയ്ത്തരിവാള് പോലെ വളഞ്ഞതായിരുന്നു അവരുടെ ശരീരം. നടക്കുമ്പോൾ ശരീരം ആടിയുലയുന്നുണ്ടായിരുന്നു. അവരുടെ കാൽപാദങ്ങളും ശിരസും തമ്മിൽ അധികം അകലമുണ്ടായിരുന്നില്ല. ഇപ്പോൾ അടർന്ന് നിലം പതിച്ചേക്കാവുന്ന തരത്തിൽ തല ആട്ടിയാട്ടിയായിരുന്നു നടപ്പ്. അവർ മുന്നിൽ വന്ന് ഒരു ചോദ്യം ചിഹ്നം പോലെ നോക്കിയിരുന്നു. കുഞ്ഞുങ്ങളുടേതുപോലെ നിഷ്കളങ്കമായ മുഖം, പല്ലില്ലാത്ത മോണകാട്ടിയുള്ള ചിരി. അവരോട് ഏറെ ഇഷ്ടവും അതിലുപരി വാത്സല്യവും തോന്നി. അവരുടെ ചുളിവ് വീണ കൈകളിൽ പിടിച്ചും കവിളുകളിൽ തടവിയും സംസാരിക്കാൻ തുടങ്ങി. സരസ്വതി എന്നായിരുന്നു അവരുടെ പേരെങ്കിലും എല്ലാവരും അവരെ വയ്യാമ്മ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അത്രയും കൂനുള്ളത് കൊണ്ടായിരിക്കാം അവരെ അങ്ങനെ വിളിക്കുന്നതെന്ന് ഊഹിച്ചു. റാം അവരുടെ മുടിയിൽ തലോടിയും കവിളിൽ നുള്ളിയും അവരെ കൊഞ്ചിക്കുന്നത് കൗതുകത്തോടെ നോക്കിയിരുന്നു. റാമിൻ്റെ അച്ഛൻ പൊതുവെ ആരോടും സംസാരിക്കാത്ത ആളായിരുന്നു. നല്ല വെളുത്ത നിറം, ഉറച്ച ശരീരം, ഇടതൂർന്ന മുടി. അച്ഛനെ കണ്ടാൽ 60 വയസ്സിനപ്പുറം തോന്നുമായിരുന്നില്ല.
അച്ഛനെ കണ്ടതും അടുത്തേക്ക് ചെന്ന് സംസാരിക്കാൻ ശ്രമിച്ചു. മുഖത്തു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛൻ സംസാരിച്ചു. ആ മുഖത്ത് നിറഞ്ഞു നിന്ന സ്നേഹവും പുഞ്ചിരിയും മനസ്സിനെ അല്പം തണുപ്പിച്ചു. അച്ഛനെ ഒരുപാട് ഇഷ്ടമായി. അച്ഛനും ഞാനും റാമും അടങ്ങുന്ന ലോകം സന്തോഷം നിറഞ്ഞതാകുമെന്ന് കരുതി. റാം ഒഴികെ ആ കുടുംബത്തിലെ എല്ലാവരും കടുത്ത ഈശ്വരവിശ്വാസികളായിരുന്നു. എന്നും രാവിലെ കുളിച്ച് വീടിനടുത്തുള്ള അമ്പലത്തിൽ പോകുന്നത് മുതലാണ് അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ. ഈശ്വരവിശ്വാസിയല്ലാത്ത എന്നെ അവരെങ്ങനെ ഉൾക്കൊള്ളുമെന്നതിൽ നല്ല ആശങ്കയുണ്ടായിരുന്നു. റാം കൂടെയുണ്ടല്ലോ എന്നതായിരുന്നു ആകെ ഉണ്ടായിരുന്ന ധൈര്യം. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രണയവും പിക്കാസോ എന്ന് പേരിട്ട ഇൻ്റർനെറ്റ് കഫേയും ചെറിയ വീടും അച്ഛനും അടങ്ങിയ ലോകത്തിൽ സന്തോഷവതിയായിരുന്നു. ഒഴിവു ദിവസങ്ങളിൽ വീട്ടുജോലികൾ ചെയ്തും പറമ്പിലൊക്കെ ചുറ്റി നടന്നും മുറ്റത്തെ തേൻവരിക്ക പ്ലാവിൻ്റെ ചോട്ടിലിരുന്ന് പുസ്തകം വായിച്ചും കവിതകൾ എഴുതിയും സമയം തള്ളി നീക്കി. ചിലപ്പോഴൊക്കെ തെക്കേ മുറ്റത്ത് പാടത്തിലേക്ക് നോക്കി വയ്യാമ്മ ഇരിക്കുന്നുണ്ടാവും. അവരുടെ അടുത്ത് ചെന്നിരിക്കും. എന്തെങ്കിലും ചോദിക്കുമ്പോഴൊക്കെ ദേ അവിടെ നിൽക്കുന്ന എൻ്റെ കൊമ്പി പശുവിനെ കണ്ടില്ലേ, അവൾ പുല്ല് തിന്നോ വെള്ളം കുടിച്ചോ എന്നൊക്കെ നോക്കിയിരിക്കുകയാണ്. എന്തൊരു നിഷേധിയാണെന്നോ, ഞാനല്ലാതെ വേറെ ആരും കറക്കാൻ ചെന്നാൽ മുലയിൽ തൊടിയിക്കില്ലവൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉറക്കെ ചിരിക്കും. സത്യത്തിൽ അങ്ങനെ ഒന്നും ഇല്ലെന്നും എല്ലാം അവരുടെ പണ്ടത്തെ ജീവിതത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണെന്നും എനിക്കറിയാമായിരുന്നു. എന്നോ പൊഴിച്ചിട്ട പടത്തിലേക്ക് തന്നെ തിരിച്ചു കയറുന്ന ഇഴജന്തുവിനെ പോലെ ഓർമ്മകൾക്കുള്ളിൽ ആ വൃദ്ധ ചുരുണ്ടു വളഞ്ഞിരുന്നു. അവരുടെ കാത്തിരിപ്പിൻ്റെ ചിത്രം കണ്ട് ഉള്ളിൽ വിഷാദത്തിൻ്റെ തിരകളിരമ്പി. തിരിച്ചു കിട്ടില്ലെന്നുറപ്പുണ്ടായിട്ടും ആ കാത്തിരിപ്പ് തുടരുന്ന നിത്യവ്യർത്ഥതയുടെ പേരാണല്ലോ ജീവിതമെന്ന് ഓർത്തു. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ എന്നോടുള്ള അനിഷ്ടം കുടുംബത്തിലുള്ളവർ പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു. അവർക്കുള്ളിലുണ്ടായിരുന്ന ജാതിബോധത്തിനും ശാരീരികാവസ്ഥയ്ക്കും ഉപരി ഞാൻ വിശ്വാസിയല്ലാത്തതിനാലും കുടുംബത്തിലെ മറ്റ് സ്ത്രീകളെപ്പോലെ ആകാത്തതുകൊണ്ടും ദേഷ്യം 10 മടങ്ങായി വർദ്ധിച്ചുകൊണ്ടിരുന്നു. കോൺഗ്രസ്സുകാരായ കുടുംബക്കാർക്കിടയിൽ കമ്മ്യൂണിസ്റ്റുകാരനായ റാം പത്രമോ വാർത്തയോ വായിക്കാതെയും കാണാതെയും സീരിയലുകളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്കിടയിൽ വായനയെയും എഴുത്തിനെയും കൂട്ടുപിടിച്ച റാം എന്നും പ്രശ്നനാക്കപ്പെട്ട ഒരാളായിരുന്നു. അതിനു പുറമേ ആയിരുന്നല്ലോ എന്നെപ്പോലെ ഒരുവളെ ജീവിതത്തിലേക്ക് കൂട്ടാൻ തീരുമാനിച്ചതും. അത് അവരുടെ കുടുംബത്തിനേൽപ്പിച്ച ആഘാതം അത്ര വലുതാണെന്ന് അവർ വിശ്വസിച്ചു. എന്നോടുള്ള വെറുപ്പ് ദിനം പ്രതി കൂടി വന്നു. അവിടുത്തെ കാരണസ്ഥാനമുള്ള ചിറ്റപ്പൻ എന്നെക്കുറിച്ച് അയൽവക്കക്കാരോടും ബന്ധുക്കളോടും നടത്തിയ പരാമർശങ്ങൾ എൻ്റെയും റാമിൻ്റെയും ചെവിയിലെത്തി. കുത്തുവാക്കുകൾ കൊണ്ടും ആക്ഷേപങ്ങൾ കൊണ്ടും അയാൾ എന്നെ മുറിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതെന്നെയും റാമിനെയും ഒരുപോലെ വേദനിപ്പിച്ചു. ഓരോ ദിവസം ചെല്ലുന്തോറും വെറുപ്പ് അയാളിൽ കൂടിക്കൊണ്ടിരുന്നു. എനിക്ക് നേരെയുള്ള ആക്രമണങ്ങളൊക്കെ മുന്നിൽ ഒരു പരിച പോലെ നിന്നുകൊണ്ട് റാം ചെറുത്തുകൊണ്ടിരുന്നു. രാവിലെ എന്നെ കാണുന്നത് തന്നെ ദുശ്ശകുനമാണെന്ന് അയാൾ വിശ്വസിച്ചു. അതിനാൽ ഞാൻ വീട്ടുമുറ്റത്തോ പരിസരത്തോ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അയാൾ ഉറക്കമുണർന്ന് പുറത്തിറങ്ങാറുണ്ടായിരുന്നുള്ളൂ. കുടുംബത്തിലോ ബന്ധുവീട്ടിലോ ചടങ്ങുകൾ നടക്കുമ്പോൾ ഒരന്യഗ്രഹ ജീവിയായി തന്നെ ഞാൻ തുടർന്നു. സഹതാപവും വെറുപ്പ് നിറഞ്ഞ കണ്ണുകൾക്കിടയിൽ, കപടമായ സ്നേഹപ്രകടനങ്ങൾക്കിടയിൽ ശ്വാസം മുട്ടി റാമല്ലാതെ ആ വീട്ടിൽ മിണ്ടാൻ ആരുമില്ലായിരുന്നു. ഇടയ്ക്കിടെ ആൻറ്റി മാത്രം എന്തെങ്കിലും സംസാരിക്കുമായിരുന്നു. പിന്നീട് ചിറ്റപ്പൻ എന്ന ആളുടെ സ്വാധീനം കാരണം അതും ഇല്ലാതെയായി. അയൽ വീട്ടിലെ വരാന്തയിൽ ഓർമ്മകൾ തെളിഞ്ഞും മറഞ്ഞുമിരിക്കുന്ന വൃദ്ധയുടെ കനത്ത ഏകാന്തത എന്നെ വലിഞ്ഞു മുറുക്കി. അവരുടെ കണ്ണുകളിലെ ഭൂതകാലത്തിൻ്റെ മിന്നലുകൾ അന്നത്തെ പകലിനെ ഇളം നീല നിറമാക്കിയ പോലെ തോന്നി. കുട്ടിയമ്മയെ ഓർമ്മ വന്നു. എൻ്റെ വിവാഹം നടന്നു കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവരായിരുന്നു. ഒറ്റപ്പെടലിൽ അവരോളം വേദനിക്കാൻ വേറെ ആരുമില്ലായിരുന്നു. മറ്റൊരു ലോകത്തിരുന്ന് അവരെന്നെ കാണുന്നുണ്ടാകുമോ? ഉണ്ടെങ്കിൽ ഞാൻ എന്നേക്കാൾ സ്നേഹിക്കുന്ന എൻ്റെ സ്ത്രീയെ, ഈ വിഷാദിയായവൾക്ക് ഒരു കൂട്ടുണ്ടായിരിക്കുന്നു. പക്ഷേ ഈ സന്തോഷത്തിന് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഇപ്പോഴും ഏകയാണ്. നിങ്ങളുടെ മടിത്തട്ട് പോലെ സ്വസ്ഥമായൊരിടം എനിക്ക് കിട്ടില്ല. അവരുടെ ഓർമ്മകളിൽ കുരുങ്ങി ഏറെ നേരമിരുന്നു. ഓരോ വൃദ്ധരും ഉണങ്ങിയ വൃക്ഷങ്ങളും
പുൽച്ചെടികൾ നിറഞ്ഞ ജീവിതാസക്തികളുടെ നിറമിങ്ങിയ തുരുത്താണെന്ന് തോന്നി. ചിലപ്പോഴൊക്കെ ആ തുരത്തിൽ മേയുന്ന സന്ദേഹിയായ നാൽക്കാലിയെ പോലെ അലഞ്ഞു നടന്നു. വിവാഹം കഴിഞ്ഞ് 5 മാസങ്ങൾക്ക് ശേഷമാണ് ഗർഭിണിയാകുന്നത്. കുട്ടിക്കാലം മുതൽ ചില ബന്ധുക്കൾ പറഞ്ഞ് ഉള്ളിൽ ആണ്ടുകിടന്ന ഒന്നായിരുന്നു എനിക്കൊരിക്കലും അമ്മയാകാൻ കഴിയില്ലെന്നത്. അവർ എന്ത് ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞതെന്ന് പിന്നീട് ചിന്തിച്ചിരുന്നെങ്കിലും അനാവശ്യ ഭയമായി ആ വാക്കുകൾ അസ്വസ്ഥതയുണ്ടാക്കിയിരുന്നു. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അമ്മയാകുന്നു എന്ന തിരിച്ചറിവ് ഉള്ളിൽ സന്തോഷത്തിൻ്റെ കടലായിരമ്പി. പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദം നിറഞ്ഞു. ഉള്ള് കുളിർത്തു. എന്നേക്കാളധികം റാം സന്തോഷിച്ചു. എന്നെ സ്നേഹിക്കുന്നവരൊക്കെയും സന്തോഷിച്ചു. ആദ്യത്തെ 3 മാസങ്ങളിൽ പരിപൂർണമായ വിശ്രമം ഡോക്ടർ നിർദ്ദേശിച്ചു. നട്ടെല്ലിന് ഇത് താങ്ങാനുള്ള കരുത്തുണ്ടാകുമോ എന്ന ആശങ്ക ഉലച്ചു. ഡോക്ടർ ആത്മവിശ്വാസം തന്നു. ഏറ്റവും സന്തോഷത്തോടെ ഉള്ളിലെ ജീവൻ്റെ വളർച്ചയെ ഓരോ നിമിഷവും ആസ്വദിച്ചു. ഓരോ ചുവടും അതീവ ശ്രദ്ധയോടെ നടന്നു. അമ്മേ എന്ന വിളി കേൾക്കാൻ എൻ്റെ മനസ്സ് തുടിച്ചു. ആ വർഷം വിഷുക്കാലത്ത് എല്ലാവരും ചേർന്ന് കുടുംബ വീട്ടിൽ വിഷു ആഘോഷിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഞങ്ങളെയും ക്ഷണിച്ചു. റാമിൻ്റെ കുഞ്ഞ് ഉള്ളിലുള്ളതുകൊണ്ട് ദേഷ്യമൊക്കെ മാറി എന്ന് കരുതി. എല്ലാവർക്കുമൊപ്പം വിഷു ആഘോഷിക്കാൻ ഞങ്ങളും കൂടി. റാമിൻ്റെ സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും മക്കളുമടങ്ങുന്ന വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നു അവിടെ. അവർ പറയുന്ന തമാശയ്ക്കും കളിചിരികൾക്കുമിടയിൽ അയൽരാജ്യത്ത് കുടിയേറിയ അഭയാർത്ഥിയെപ്പോലെ ഞാനിരുന്നു. ഏകദേശം ഉച്ചയോടടുത്തപ്പോൾ ഗർഭിണിയായ എനിക്ക് ആദ്യം ഭക്ഷണം കൊടുക്കുക എന്ന് ചിറ്റപ്പൻ പറയുന്നത് കേട്ടു. അതിന് പ്രകാരം അവർ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. മുറിയിലെ ഡൈനിങ് ടേബിളിനടുത്തേക്ക് നടന്നപ്പോൾ റാമിൻ്റെ ഇളയ പെങ്ങൾ പറഞ്ഞു, ഇവിടെയല്ല രമ്യ, ഇവിടെ. അവിടെയല്ലേ രമ്യ, ഇവിടെ. ഞാൻ നോക്കുമ്പോൾ അവരുടെ വീട്ടുസാധനങ്ങളും പഴയ പാത്രങ്ങളുമൊക്കെ വെക്കുന്ന മുറിയുടെ പൊടി പിടിച്ച ഭിത്തി അലമാരയിൽ ഇലയിട്ട് അവിടെ ചോറ് വിളമ്പിയിരിക്കുന്നു. കസേരയിൽ എന്നെ ഇരുത്തി. ഹൃദയത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. പണ്ട് കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് കൊടുത്ത ഭക്ഷണത്തിനൊപ്പം എനിക്ക് മാത്രം വളർത്തുനായയുടെ പാത്രത്തിൽ ചോറ് തന്ന ഓർമ്മ തലച്ചോറിനുള്ളിലൂടെ തുളഞ്ഞിറങ്ങി. ഒരു മനുഷ്യജീവിക്ക് പകരം ജന്തുവിനോടെന്ന പോലെ എനിക്ക് നേരെ ചിറ്റപ്പൻ എന്നയാളുടെ ഉള്ളിലെ ജാതിബോധത്തിൻ്റെയും സ്നേഹരാഹിത്യത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും തേറ്റകൾ നീണ്ടുവരുന്നതായി തോന്നി. ചുറ്റും നിന്നവർ ഒരു ഭാവവുമില്ലാതെ ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കറികൾ വിളമ്പിക്കൊണ്ടിരുന്നു. കണ്ണു നിറഞ്ഞിട്ടൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയം റാമിൻ്റെ മൂത്ത പെങ്ങളുടെ ഭർത്താവ് ഹജിയേട്ടൻ അങ്ങോട്ട് വന്നു. എന്നെ കണ്ടതും ചേട്ടൻ ചോദിച്ചു, കൊച്ചെന്താ ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്? സങ്കടം നിയന്ത്രിക്കാനായില്ല. സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറിയിരുന്ന മനുഷ്യനായിരുന്നു അത്. പലപ്പോഴും ഒരു മോളെ പോലെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുമായിരുന്നു. എന്നെ മനസ്സിലാക്കിയിട്ടെന്ന പോലെ ചേട്ടൻ മുടിയിൽ തലോടി. പക്ഷേ ആ കുടുംബത്തിൽ ചിറ്റപ്പന് നേരെ ശബ്ദമുയർത്താൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല, റാമിനൊഴികെ. സങ്കടം നിയന്ത്രിക്കാനായില്ല. എല്ലാവരുടെയും ക്രൂരവും കഠിനവുമായ മൗനത്തിനിടയിലൂടെ ഇലയുമെടുത്ത് പുറത്തേക്കിറങ്ങി. വീട്ടിലേക്ക് പോയി മുറി അടച്ചിട്ടിരുന്ന് കരഞ്ഞു. എനിക്ക് നേരിട്ട അനുഭവം റാമിനെ അങ്ങേയറ്റം രോഷാകുലനാക്കി. എല്ലാവരും സന്തോഷിക്കുന്ന ആ ദിവസം അവിടെ ഒരു സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കേണ്ട എന്ന് കരുതി പ്രതികരിക്കുന്നതിൽ നിന്നും റാമിനെ തടഞ്ഞു. ജീവിതത്തിൽ നിന്നും കാൽവഴുതി കവിതയിലേക്കായിരുന്നല്ലോ ഞാൻ വീണുകൊണ്ടിരുന്നത്. അന്ന് രാത്രി ഹൃദയം പൊട്ടുന്ന വേദനയോടെ ഞാൻ എഴുതി വെച്ചു. അവളോട് സന്ധി ചെയ്യാത്ത വേദനകളിൽ നിന്നും പാതി പൊട്ടിയൊരു ഘടികാരം ജീവിതമേ എന്ന് അലറി വിളിച്ചുകൊണ്ട് അവളിൽ നിന്നിറങ്ങി ഓടുന്നുണ്ട്.